ഇന്നത്തെ വചനചിന്ത കാത്തിരിക്കുന്ന സ്നേഹം. മുടിയനായ പുത്രൻ്റെ കഥ ദൈവസ്നേഹത്തിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. ഒരിക്കലൊരാൾ ഈ കഥയെ വരയ്ക്കുവാൻ തീരുമാനിച്ചു. ആ ചിത്രത്തിൽ സകല സ്വത്തുക്കളും വിറ്റുമുടിച്ചു മടങ്ങി വരുന്ന മകനെ ഓർത്ത് പിതാവ് വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ആ പിതാവ് കരങ്ങൾ കെട്ടിയാണ് നിൽക്കുന്നത്. ആ മകൻ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി നടന്നു വരുന്ന ആ ചിത്രം അത് തൻ്റെ സ്നേഹിതനെ ആ കലാകാരൻ കാണിച്ചു. സ്നേഹിതൻ പറഞ്ഞു, ചിത്രം കൊള്ളാം, പക്ഷേ നിർവികാരനായി നിൽക്കുന്ന പിതാവിനെയല്ല അവിടെ വേണ്ടിയത്. ആ ചിത്രകാരൻ വീട്ടിൽ പോയി ആ വേദഭാഗം വീണ്ടും വായിച്ചു. അതിനുള്ളിൽ മടങ്ങി വരുന്ന മകനെ കണ്ടുകൊണ്ട് സ്വീകരിക്കുവാൻ വരുന്ന പിതാവിൻ്റെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ആ ഭാവം താൻ കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി. ദൂരത്തുനിന്ന് തന്നെ ആ മുടിയനായ പുത്രനെ അപ്പൻ കാണുന്നുണ്ട്. അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെല്ലുന്ന അപ്പൻ ആ മകൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുകയാണ്. അപ്പൻ്റെ ഈ ആഴമായ സ്നേഹത്തെ ചിത്രത്തിൽ ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. അയാൾ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ആരായുവാൻ തുടങ്ങി. ഇതിനെ വരയ്ക്കുവാൻ തൻ്റെ ക്യാൻവാസും പെയിൻറ്റുമൊക്കെ തയ്യാറാക്കി താൻ പുതിയ ചിത്രത്തിൽ അപ്പൻ തൻ്റെ വീട്ടിൽ നിന്ന് മകനെ സ്വീകരിക്കുവാൻ ഇറങ്ങി ഓടുകയാണ്. അപ്പൻ്റെ കാലുകൾ അന്തരീക്ഷത്തിലാണ്. സ്നേഹത്തിൻ്റെ സരളഭാവം ആ മുഖത്തിലുണ്ട്. നിസ്തുല്യനായ സ്നേഹത്തിൽ തുളുമ്പി ആ പിതാവ് ഓടി വരികയാണ്. ആ സ്നേഹചിത്രം തൻ്റെ സ്നേഹിതനെ കൊണ്ട് കാണിച്ചു. ആ സ്നേഹിതൻ ചിത്രത്തിന് വന്ന വ്യത്യാസം കണ്ടു ആകൃഷ്ടനായി. ചിത്രത്തെ താൻ ആഴമായി പഠിച്ചു. അതിലെ അപ്പൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പുകളിലേക്ക് തൻ്റെ ശ്രദ്ധ പതിച്ചു. ആ കാലുകളിലെ 2 ചെരുപ്പുകളും വ്യത്യസ്തമായി താൻ ശ്രദ്ധിച്ചു. ചിത്രം വരച്ച വ്യക്തിയോട് വ്യത്യസ്തമായ ചെരുപ്പുകളുടെ വിശദീകരണം ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞതിന് ശേഷം ആ കഥ ഞാൻ പല പ്രാവശ്യവും വായിച്ചു. അതിനുള്ളിലെ താക്കോൽ കാര്യമെന്നത് അപ്പൻ്റെ തിടുക്കമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ തിരക്കെ വരുന്ന അപ്പൻ്റെ അടുക്കലേക്ക് സ്നേഹത്താൽ പാഞ്ഞു ചെല്ലുന്ന ആ അപ്പൻ്റെ തിടുക്കം വിവരിക്കുവാൻ അതിലും വലിയ കാര്യം ആ ചിത്രത്തിൽ ചേർക്കുവാൻ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പന് തൻ്റെ ചെരുപ്പിൻ്റെ ജോഡി ചേർത്ത് വയ്ക്കുവാൻ സമയം കിട്ടിയില്ല. ആ കിട്ടിയ 2 ചെരുപ്പുമായി ആ അപ്പൻ മകൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. ഈ ചിത്രകാരൻ്റെ ഭാവനയിൽ ഉത്തിരിഞ്ഞ പിതാവിൻ്റെ സ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ തിടുക്കം. നാം മനസ്സിലാക്കണം, നമ്മെ ദൈവം എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന്. നാം തിരുസന്നിധിയിലേക്ക് ചെല്ലുന്ന ആ നിമിഷം കാത്ത് നമുക്കായി കരുതലോടെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ഇന്ന് ഈ നിമിഷം നാം മടങ്ങി വരുവാൻ ആഗ്രഹിച്ചാൽ ആ സ്നേഹം നമ്മിലേക്ക് പാഞ്ഞെടുക്കുന്നു. മാനുഷിക സമ്മർദ്ദങ്ങൾക്കായി കാത്തിരിക്കാത്ത ആ സ്നേഹം നാം മനസ്സിലാക്കുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. തൻ്റെ സ്വന്തം പുത്രൻ്റെ നമ്മെ ആഴമായി സ്നേഹിച്ച ആ സ്നേഹമാണ് നമ്മുടെ ഉറപ്പ്. പിന്നെയും അവൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലിളയവൻ അപ്പനോട്, അപ്പ, എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പങ്കു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകല സ്വത്തും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തുവിധകൾ നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ച് അവനെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നികൾ തിന്നുന്ന വളരെയെങ്കിലും തിന്ന് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്ന ഞാനോ വിശന്നുകൊണ്ട് നശിച്ചു പോകുന്നു. അവൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുമെന്ന് അവൻ തീരുമാനിച്ചു. അപ്പനോട്, അപ്പ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു. ഇനി അങ്ങയുടെ പുത്രനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമെന്നവൻ തീരുമാനിച്ച് അവിടെ നിന്ന് അവൻ എഴുന്നേൽക്കുവാൻ തയ്യാറായി. അവൻ ചിന്തിച്ചു, ഇവിടെ നിന്ന് ഏതെങ്കിലും വഴിയോരത്തിരുന്നാൽ ആരെങ്കിലും ഒന്ന് തട്ടി താഴെ വീണാൽ
എഴുന്നേൽക്കുവാൻ പോലും ശക്തിയില്ലാതെ ആരും തന്നെ സഹായിക്കാതിരിക്കുമ്പോൾ അവിടെ വീണ് ഒരു നായയെപ്പോലെ ചത്തുപോകേണ്ടി വരും. അതിനാൽ അവൻ തീരുമാനിച്ചു, ഇനി ഒരു കൂലിക്കാരനാണെങ്കിലും അപ്പൻ്റെ വീട്ടിൽ കഴിയാമെന്ന്. എന്നാൽ അപ്പൻ കൂലിക്കാരനായിട്ടല്ല, മകനായി മാറോടണച്ച് സ്നേഹിച്ച് അവനെ വീട്ടിൽ സ്വീകരിച്ചു. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, കാത്തിരിക്കുന്ന അപ്പൻ്റെ സ്നേഹം വലുതാണ്. അപ്പനെ വിട്ട് അകലെയാണോ? എന്നാൽ ഈ നിമിഷം അപ്പനുമായി അടുക്കുക, പുതിയൊരു മനുഷ്യനെ ജീവിപ്പാൻ. വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.